2026 മാർച്ച് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ വിവരിക്കുന്നത്. മീനക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും ചേർന്നതാണ് മീനക്കൂർ എന്ന് പറയുന്നത്. കടത്തിൽ നിന്ന് മോചനം ലഭിക്കും. ഏതെങ്കിലും തരത്തിലെ ബാങ്ക് കടമോ അല്ലാതെ പ്രൈവറ്റായിട്ടൊക്കെ വാങ്ങിച്ച കടങ്ങളോ എല്ലാം കുറച്ചെങ്കിലും വീട്ടിൽ അതിൽ നിന്നൊരു അവരെ കടക്കാർ വീട്ടിലോ ബിസിനസ് സ്ഥാപനങ്ങളിലോ കയറി വരുന്ന ആ ഒരു ശല്യം അത് കുറയ്ക്കാൻ സാധിക്കും. കാരണം അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതെല്ലാം നിങ്ങൾക്ക് അത് മോചനം കിട്ടും. ഇനി എല്ലാ മാസങ്ങളിലും ക്രമേണ നിങ്ങൾക്ക് ഈ കടത്തിൽ നിന്നൊരു മോചനം അല്പാൽപമായി ലഭിച്ച് കടങ്ങളെല്ലാം തീരാൻ സാധിക്കും. അതുപോലെ രോഗമുക്തി, എന്തെങ്കിലും രോഗത്താൽ കഷ്ടപ്പെടുന്നതുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. അതുപോലെ ശത്രുക്കളെ ശല്യം ചെയ്യുന്നത് കുറേയേറെയെങ്കിലും നിർത്തിവെക്കും. വല്ല കേസുകളുണ്ടെങ്കിൽ സിവിൽ കേസോ പോലീസ് കേസോ അല്ലെങ്കിൽ ഫാമിലി കോടതി കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാൻ സാധിക്കും. മിക്ക കേസുകളും ജയിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ ഒരു പ്രശസ്തി ഉണ്ടാകും. ഒരു അംഗീകാരങ്ങളൊക്കെ പല രീതിയിലും കിട്ടാനൊരു സാധ്യത കാണുന്നുണ്ട്. മനസ്സന്തോഷം ലഭിക്കാം. സർക്കാർ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവും അതിൻ്റെ കടമ്പകളെല്ലാം കഴിഞ്ഞിട്ട് നിയമന ഉത്തരവിന് കാത്തിരിക്കുന്നവർക്ക് ഈ മാസം നിയമന ഉത്തരവ് ലഭിക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് കരാർ ജോലികൾ അടങ്കലത്തൊക്കെ എടുത്ത് നടത്തുന്ന കോൺട്രാക്ടർമാർക്കും ഈ മാസം തന്നെ ആ കരാറുകളിൽ ഒപ്പുവയ്ക്കാനും എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കാനും ജോലി തുടങ്ങുവാനും സാധിക്കും. അതുപോലെ തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അധികാരങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ധനലാഭം പ്രതീക്ഷിക്കാം. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും അവരുടേതായിട്ടുള്ള പ്രയത്നങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. അതുപോലെ പുതിയ വീട് വാങ്ങുന്നതിനും അല്ലെങ്കിൽ അതിന് നിർമ്മിച്ച വീട് പാലുകാച്ചി താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. അതുപോലെ ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ദുർചിലവുകളെല്ലാം നിയന്ത്രിക്കുക. പാഴ്ചിലവുകൾ വരാതെ ഓരോ ഇതും സാമ്പത്തിക അച്ചടക്കം പാലിക്കുക. ശ്രമിച്ചാൽ വിവാഹം നടക്കാത്തവർക്ക് പറ്റിയ ജോഡിയെ കണ്ടെത്താനും വിവാഹ നിശ്ചയമോ നടത്താനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിശേഷ വസ്ത്രങ്ങൾ അണിയുന്നതിനും ആഭരണാദികൾ അണിയുന്നതിനുമുള്ള ഒരു ഭാഗ്യവും കൂടി കാണുന്നുണ്ട് ഈ മാസത്തിൽ. ചില ഗ്രഹങ്ങൾ മോശം രാശികളിലായതിനാൽ മോശം ആയിട്ടുള്ള ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ബന്ധുക്കളിൽ ആരെങ്കിലും വയസ്സായിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ രോഗം മൂലം കഷ്ടപ്പെടുന്നതായിട്ടുള്ള ബന്ധുക്കളുണ്ടെങ്കിൽ അവർ മരണപ്പെടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ബന്ധുക്കളായിട്ടുള്ള വൈരാഗ്യം വരാൻ സാധ്യതയുള്ളതിനാൽ ഒരിക്കലും അവരുമായിട്ട് പിണങ്ങാണ്ടിരിക്കുക. അതുപോലെ ഗ്രഹം നിർമ്മാണത്തിലിരിക്കുന്ന ആ ഗ്രഹത്തിൻ്റെ വീടിൻ്റെ ഓരോ രീതിയിലും ഉള്ള ആ പണികൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഓരോ സ്റ്റെപ്പും നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ വിദേശ സ്ഥലത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരാം. ചില ദുഃഖങ്ങൾ വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല നല്ല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സമ്പത്ത് ലഭിക്കും. ഭൂസ്വത്തുകൾ ലഭിക്കാം. അതുപോലെ തന്നെ പണം ലഭിക്കുന്നതിനും വീട് ഒക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതെന്ത് ഈ 9 വയസ്സുള്ള കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ പിതൃസ്വത്തുക്കൾ അച്ഛൻ്റെ അമ്മയുടെയോ സ്വത്തുക്കൾ ഭാഗം വെച്ച് അവർക്കൊരു ഓഹരി കിട്ടുന്നതിനുള്ള ഒരു ഭാഗ്യമുണ്ട്. അത് പൈസയായിട്ട് കിട്ടാം, സ്ഥലമായിട്ട് കിട്ടാം, അല്ലെങ്കിൽ വീടായിട്ടും കിട്ടാം. എന്നിരുന്നാലും അതിനെല്ലാം അവർക്ക് ഒരു ഭാഗ്യമുള്ളൊരു സമയമാണ്. ബന്ധുക്കളുടെ സഹകരണങ്ങൾ ഈ സമയം വലിയ രീതിയിൽ ലഭിക്കും. ചെറിയ അസുഖങ്ങൾ വന്നും പോയി ഇരിക്കുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ആരും സഹായിക്കാനില്ല എന്നൊരു അവസ്ഥ പെട്ടെന്നുണ്ടാവാം. എങ്കിലും അത് സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ടാകാം. കൂട്ടുകെട്ടുകൾ മോശമാണോ ഇല്ലയോ, ഇതും ഈ മക്കളുടെ കൂട്ടുകെട്ടുകൾ മോശമാണോ ഇല്ലയോ എന്ന് രക്ഷകർത്താക്കളൊന്ന് നിരീക്ഷിക്കുക. അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം തടസ്സപ്പെടുന്നതിനും മറ്റു പല കേസുകൾ ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവസാന 4 വർഷങ്ങൾ ഈ വിദ്യാഭ്യാസത്തിന് തടസ്സം വരാതെ മുന്നോട്ട് പോവുകയും
അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഒരു ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ആ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് അവർക്ക് നല്ല തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. മനസ്സമാധാനം, ആരോഗ്യം എന്നിവ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന ഒരു വിവാഹം നടക്കാം. പറ്റിയ ജോഡിയെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പ്രണയ വിവാഹമോ എന്തായിരുന്നാലും അവർക്കത് നടന്നു കിട്ടാനൊരു സാധ്യതയുണ്ട്. അതുപോലെ വീടും സ്ഥലവും വാഹനങ്ങളൊക്കെ വാങ്ങുന്നതിനൊരു ഭാഗ്യം അവർക്കുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വളരെയധികം സമൃദ്ധി ഐശ്വര്യമുള്ള ഒരു സമയവും കൂടിയാണ്. മനസ്സന്തോഷം ലഭിക്കാം. ശാരീരികത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടും. അലർജി പോലുള്ള ചെറിയ അസുഖങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്, പക്ഷേ അതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാണിച്ചാൽ ചില ദുഃഖങ്ങൾ വരുന്നതിനും കഷ്ടപ്പാടുകൾ വരുന്നതിനും സാധ്യതയുണ്ട്. കാരണം ധനനാശം കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ സാമ്പത്തികപരമായി വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ദമ്പതിമാർ ആരെങ്കിലും രണ്ടുപേരും തമ്മിൽ ജോലി സംബന്ധമായി വളരെ വിദൂര സ്ഥലങ്ങളിലേക്ക് താമസിച്ച് ജോലി ചെയ്യുന്നതിനും അല്ലെങ്കിൽ പിണങ്ങി പിരിഞ്ഞു പോകുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാ ദമ്പതിമാരുമല്ല, ഈ നക്ഷത്രത്തിലെ ചില ദമ്പതിമാരാണ്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടി പുതിയ വീടും വാഹനങ്ങളും എല്ലാം ലഭിക്കുവാൻ സാധിക്കുന്നു. കൂടാതെ തന്നെ അവർക്ക് ചില അവാർഡുകൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുമൂലം സമൂഹത്തിൽ ഒരു ആദരവും അതൊക്കെ വിലയും ഒക്കെ ലഭിക്കുന്നതിനൊരു സാധ്യതയുണ്ട്. അതുപോലെ ഉദര സംബന്ധമായ അസുഖം ഉള്ള ഇവർക്ക് ചില ആൾക്കാർക്കുണ്ടാകും. അവർക്ക് അത് വിദഗ്ധ ചികിത്സ ലഭിക്കുകയും അതുമൂലം ആ ഉദരവ്യാധി, ആ കഷ്ടപ്പാട്, വേദനയൊക്കെ മാറിക്കിട്ടുകയും ചെയ്യുന്നു. പക്ഷേ ആരുടെയും ചതിവിൽ പെടാതെ നോക്കുക. മോഹനമായ വാഗ്ദാനങ്ങളിൽ പെടാതെ വളരെ ശ്രദ്ധിക്കുക. കാരണം ചതിവിൽ പെടേണ്ട ഒരു സമയവും കൂടിയാണ്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. രോഗങ്ങൾ മൂലം, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മൂലം ചില ദുഃഖങ്ങൾ അവർക്കുണ്ടാകാം. അത് വീഴ്ച വരാതെ ശ്രദ്ധിച്ചാൽ അധികം ദുഃഖം ഉണ്ടാകാണ്ടിരിക്കാം. വീട് കഴിഞ്ഞാൽ എല്ല് ഒക്കെ പൊട്ടുന്നതിനുള്ള സാധ്യത, പിന്നെ അതിൻ്റെ ആയിട്ടുള്ള ഓപ്പറേഷൻ, അതൊക്കെ വന്ന വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വീഴാതെ വളരെ ശ്രദ്ധിക്കുക. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുള്ളതാണ് അടുത്ത്. 13 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് വസിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചില അസുഖങ്ങൾ വരാം. ചെയ്യാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടതായിട്ടുള്ള ഒരു രീതി വരാം. അത് വളരെയധികം ശ്രദ്ധിക്കുക. അങ്ങനെ പഴി കേൾക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പല രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അറിയാതെ തന്നെ പല തെറ്റുകളിലും ചെന്ന് ചാടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ അവരെ ഈ 13 വയസ്സുള്ള കുട്ടി ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ രക്ഷകർത്താക്കൾ ശരിക്കൊന്ന് നിരീക്ഷിക്കുക. ഉറ്റ ബന്ധുക്കൾ, അതായത് ഇവരെ ഈ കുടുംബത്തെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു ബന്ധു മരണപ്പെടുവാനൊരു സാധ്യത കാണുന്നുണ്ട്. 13 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക്, 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്ര ചെറുപ്പത്തിൽ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കുന്നു. ഉത്തമമായ ഒരു സംരക്ഷണം അവർക്ക് ലഭിക്കുന്നു. ബുദ്ധിപൂർവമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഈ കുട്ടിക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ടാകുന്നു. അതുമൂലം പല കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം തീരുമാനിക്കാൻ സാധിക്കുന്നു. നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിനാൽ മികച്ച തസ്തികയിലേക്ക് അവർക്ക് ജോലി ലഭിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു. അതുമൂലം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാം. ചില രോഗങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊക്കെ നിയന്ത്രണവിധേയമാകാം. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക് ദമ്പതിമാർ തമ്മിൽ ചെറിയ പിണക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വലിയ പിണക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബന്ധം വേർപിരിയാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ജീവിതം ശ്രദ്ധിക്കുക. പല ദുഃഖങ്ങൾ വരാം. അതുപോലെ ധനവരവിനും ധാന്യങ്ങൾക്കൊക്കെ കുറവ് വരാം. ചില രോഗങ്ങൾ നിമിത്തം ശരീരത്തിന് മനസ്സിനുമൊക്കെ ദുഃഖങ്ങളുണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ഉള്ളവർക്ക് പുതിയ വാഹനം, വീട്, സ്ഥലങ്ങൾ എന്നിവ വാങ്ങുവാൻ സാധിക്കുന്നു. സർവ്വവിധ ഐശ്വര്യങ്ങളും അവർക്ക് ഭാഗ്യത്താൽ ലഭിക്കുന്നു. ഒരു ദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ചില സംഘടനകളുടെയോ അമരത്ത് അവർക്ക് വരുവാനായിട്ട് സാധിക്കുന്നു. വിവാഹം നടക്കുവാൻ സാധിക്കും. അതായത് ആഗ്രഹിക്കുന്ന ഇണയെ അവർക്ക് കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാൻ എല്ലാത്തിനും അവർക്ക് സാധിക്കുന്നൊരു സമയമാണ്.
അതുപോലെ തന്നെ ഇവർക്ക് ഈ ഒരു ദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഇത് തിരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കാൻ അതിന് പ്രത്യേക യോഗങ്ങൾ കൂടി ആവശ്യമാണ്. തിരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കുന്നതിന് അത് എല്ലാ നക്ഷത്രക്കാർക്കുമല്ല, ഇതിൽ പറയുന്ന ചില നക്ഷത്രക്കാർക്ക് തിരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കുവാനുള്ള സാധ്യത കാണുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ കണ്ണിന് ഉദരത്തിനൊക്കെ ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ഉള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളും മനപ്രയാസങ്ങളും വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ധനനാശം വരാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അന്യദേശവാസവും കാണുന്നു. വിദേശത്തേക്കൊക്കെ പോയി താമസിക്കാനുള്ളൊരു സാഹചര്യം വരുന്നുണ്ട്. വേണ്ടപ്പെട്ടവരാരെങ്കിലും ഇത് വാർദ്ധക്യ സഹജമായ അസുഖം മൂലം നിങ്ങളുടെ ബന്ധുക്കളാരെങ്കിലും മരണപ്പെടുവാനൊരു സാധ്യതയുണ്ട്. ചില അസൂയാലുക്കളായിട്ടുള്ള ആൾക്കാർ അവർ നിങ്ങളുടെ പേരിന് കള്ളപ്പരാതിയൊക്കെ കൊടുക്കുകയും അങ്ങനെ പോലീസ് പരാതിയും കോടതി നടപടികളൊക്കെ ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആഭിചാരക്രിയകളിൽ നിന്നും ദുർമന്ത്രവാദങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ഭയം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ളവർക്ക് ധാരാളം ധനം ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. പല നിക്ഷേപ പദ്ധതികളും അത് പൂർത്തിയായി അതിൽ നിന്നുള്ള വരുമാനം, പല രീതിയിലുള്ള വരുമാനങ്ങളും കിട്ടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പുതിയ വാഹനം, പുതിയ വീടൊക്കെ അവർക്ക് വാങ്ങാൻ സാധിക്കും. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അലച്ചിലും ഒന്നുമില്ലാത്ത സുഖമായ ഒരു ഐശ്വര്യപ്രദമായ ജീവിതമാണ് അവർക്ക് ഈ സമയം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വസ്തുവകകൾ വിലയ്ക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ കാർഷിക വിളകളുടെ ഐശ്വര്യങ്ങളുണ്ടാകും. നമ്മുടെ തോട്ടം കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വളരെയധികം ലാഭം കിട്ടുന്നൊരു സമയമാണ്. 73 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് സർജറി വേണ്ടി വന്നേക്കാം, ശസ്ത്രക്രിയകളൊക്കെ വേണ്ടി വന്നേക്കാം. മുറിവ്, ചതവ്, ഒടിവ് എന്നിവ മൂലമുണ്ടാകുന്ന അതിൻ്റെ എല്ലിനുള്ള ഒടിവ്, ഇതൊക്കെ ഒരു സർജറി വേണ്ടി വന്നേക്കാം എന്നതാണ് കാണുന്നത്. പല രീതിയിലും ധനം ധാരാളം ലഭിക്കുമെങ്കിലും അതുപോലെ ഈ ചിലവും കാണുന്നുണ്ട്. പല രോഗങ്ങൾ വരാം, രക്തസംബന്ധിച്ചുള്ള ദോഷങ്ങൾ വരാം, രക്തത്തിൽ അണുബാധ വരാം, അല്ലെങ്കിൽ പിത്തരസങ്ങളുടെ ഏറ്റക്കുറച്ചിൽ മൂലമുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവാം. അതുപോലെ ദമ്പതിമാരാരെങ്കിലും ഒരു വേർപാടുണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അടുത്ത രേവതി നക്ഷത്രക്കാരുടെയാണ് ഫലങ്ങൾ പറയുന്നത്. 9 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ബന്ധുമിത്രാദികൾ ഒത്തുചേരലാം. അതുപോലെ വേണ്ട രീതിയിൽ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മനസ്സന്തോഷവും ചില രോഗങ്ങളുണ്ടാകുമെങ്കിലും ഈ സമയമൊക്കെ വളരെ നല്ല രീതിയിൽ പോകാൻ സാധിക്കും. കാരണം ഇതിൽ എല്ലാ നക്ഷത്രക്കാരും, ചില രേവതി നക്ഷത്രക്കാർക്ക് മാത്രമാണ് പലരുടെയും സഹായം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരുന്നത്, എല്ലാവർക്കുമല്ല. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും ധനവും ഐശ്വര്യവും ഒക്കെ കുറേശ്ശെയൊക്കെ കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ സംഭവിക്കാൻ പാടില്ലാത്ത പല അനർത്ഥങ്ങളും കുടുംബത്തിൽ സംഭവിക്കാനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചില നക്ഷത്രക്കാർക്കാണ് മരണതുല്യമായ പല ആപത്തുകളും കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ നടക്കുന്നതിന്, ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും നടക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതുപോലെ നടന്നു പോകുന്ന ഒരു സമയമാണ്. വിചാരിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാം. വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടന്നു പോകാം. ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയാൽ അതുമൂലം അവർക്ക് ഉന്നത പദവികളിൽ എത്തുന്നതിനും വിശേഷപ്പെട്ട ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിനും അവർക്ക് അവസരം ലഭിക്കുന്നു. അതുമൂലം അവർക്ക് ജീവിതത്തിൽ പല രീതിയിലുള്ള നേട്ടങ്ങളായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. സമ്പത്തും ഐശ്വര്യങ്ങളും വളരെ മെച്ചപ്പെട്ട ഒരു ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകമായ ആഡംബര വാഹനങ്ങളും മറ്റും ലഭിക്കുന്നതിനും ഈ രേവതി നക്ഷത്രക്കാരിൽ ചിലർക്ക് ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ അവരുടെ വേണ്ടപ്പെട്ടവരാരോ ഇവരെ ഇത്രയും സഹായിച്ച് ഇവരെ വളരെ ഉന്നതിയിലേക്ക് എത്തിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ മരണമോ അല്ലെങ്കിൽ വളരെ വിദൂര സ്ഥലത്തേക്കുള്ള അവരുടെ ഒരു പിരിഞ്ഞുപോക്കോ ഇവർക്ക് ചില പ്രയാസങ്ങളുണ്ടാക്കാം. എങ്കിൽ തന്നെയും ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നു. അതുപോലെ തന്നെ വളരെ സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കാം. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ലഭിക്കാം. അധികാരമുള്ള ജോലികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് പല പ്രകാരത്തിലും ചെറിയ ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ശാരീരികമായും മാനസികമായും ഉള്ള
ചില ദുഃഖങ്ങൾ വരാം. അതുപോലെ അശ്രദ്ധ കാണിക്കരുത്. കാണിച്ചാൽ ധനനാശം വരുന്നതിനും സാധ്യതയുണ്ട്. എല്ലാവരെയും അകമഴിഞ്ഞ് വിശ്വസിക്കാതിരിക്കുക. വിശ്വസിക്കേണ്ടവരെ മാത്രം നിങ്ങൾ പഠിച്ച് വിശ്വസിക്കുക. അല്ലെങ്കിൽ ധനനഷ്ടവും മാനഹാനിയൊക്കെ വരാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച ഒരു മാനസിക പ്രയാസങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു ശാന്തി കിട്ടി. അതിനെല്ലാം ഒരു പരിഹാരം അവർക്ക് ഉണ്ടാകുന്നു. അവർക്ക് ഭാഗ്യമുള്ളൊരു സമയമാണ്. പ്രതാപം, ഐശ്വര്യം, പദവി, ആഡംബര ജീവിതം എല്ലാം അവർക്ക് ലഭിക്കുന്നു. ഇതിൽ ചില നക്ഷത്രക്കാർക്ക് വലിയ ബംഗ്ലാവിൽ താമസിക്കാനും വളരെ വില കൂടിയ ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനും രാജ്യാന്തരം സഞ്ചരിക്കുന്നതിനും വിമാനങ്ങളിലൊക്കെ സഞ്ചരിച്ച് അവരുടേതായിട്ടുള്ള ബിസിനസ് മറ്റുള്ള ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കുന്നതിനും അവർക്ക് വളരെ ഭാഗ്യമുള്ള ഒരു സമയമാണ്. അവർക്ക് ചില രോഗങ്ങൾ അവർക്ക് വരുമെങ്കിലും മനസ്സിന് ചില വിഷമങ്ങൾ ഉണ്ടാകുമെങ്കിൽ തന്നെയും അവർക്ക് വളരെ നല്ലൊരു സമയമാണ്. അതുപോലെ 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെ ഉള്ളവർക്ക് അവയവങ്ങൾക്ക് ചെറിയൊരു സർജറി വേണ്ടി വരാം. അതുപോലെ സർക്കാരിൽ നിന്ന് ചില ഭയപ്പെടുത്തുന്ന നോട്ടീസുകൾ ലഭിക്കാം. അതായത് ഇൻകം ടാക്സ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ചില നോട്ടീസുകൾ നിങ്ങൾക്ക് ലഭിക്കാം. അതിനൊക്കെ നിങ്ങൾ തക്കതായിട്ടുള്ള സമയത്ത് തക്കത രീതിയിലുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞാൽ കോടതി നടപടികളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ മോഷ്ടാക്കളെ വിട്ട് പല രീതിയിലും നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊള്ളയടിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ഒരു സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം വളരെ ശ്രദ്ധാപൂർവം ഏർപ്പെടുത്തുക. അതുപോലെ വളരെ വിലപിടിപ്പുള്ള ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ പ്രത്യേക രീതിയിലെല്ലാം സൂക്ഷിച്ചു വയ്ക്കുക. അല്ലെങ്കിൽ അതെല്ലാം നഷ്ടപ്പെടുവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ ആരോഗ്യം ശ്രദ്ധിക്കുക. കാരണം ടൈഫോയിഡ് പോലുള്ള പനികൾ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് സംഭവിച്ചു കഴിഞ്ഞ ബുദ്ധിശൂന്യം, അതായത് ഈ ഞാൻ നേരത്തെ പ്രവചിച്ച പോലെ 52 വയസ്സ് മുതൽ 59 വയസ്സിലുള്ള കാലങ്ങളിൽ വളരെ നല്ല രീതിയിലൊരു സെക്യൂരിറ്റി സംവിധാനത്തിലും അതുപോലെ തന്നെ വളരെ സുരക്ഷാപരമായിട്ട് നമ്മൾ വിലയേറിയ ഡോക്യുമെൻ്റ് സൂക്ഷിക്കാത്തതിൻ്റെ പേരിൽ അശ്രദ്ധ കാണിച്ചാൽ ഈ 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ദുഃഖിക്കേണ്ടി വരും. സംഭവിച്ചു കഴിഞ്ഞ ബുദ്ധിശൂന്യതയ്ക്കും എല്ലാം പശ്ചാത്തപിക്കേണ്ടതായിട്ടുള്ള ഒരു കാലം വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ പലതിനോടും വെറുപ്പ് തോന്നും ഇങ്ങനെയൊക്കെ അശ്രദ്ധ കാണിച്ചവരാണെങ്കിൽ. അല്ലാത്തവർക്ക് ഒരു തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ധനവും എല്ലാം അവർക്ക് നിലനിൽക്കുന്നതാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഈ കാണുന്നില്ല. അശ്രദ്ധ കാണിച്ചവർക്ക് മരണഭയം വരാം. മറ്റു ചില രോഗങ്ങൾ വരുന്നതിന് കൂടുതൽ സാധ്യത കാണുന്നുണ്ട്. മനസ്സമാധാനം നഷ്ടപ്പെടാം. അന്യദേശത്തേക്ക് ചേക്കേറുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഞാനിവിടെ പ്രവചിച്ചത് എല്ലാം തന്നെ സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന കൂടി അത്യാവശ്യമായി വരുന്നു. നിങ്ങൾക്കുള്ള പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.